ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ ഞാൻ പതിപോലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ചായക്ക് കടിയായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ചുടാൻ പുറത്തും അടുപ്പിലൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. എൻ്റേത് പുതിയൊരു ചാനലാണ്, അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ ഇത് ചായ ഞാൻ കുറച്ച് പൊടിയിട്ട് കട്ടൻ ചായ മുക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് ഞാൻ പാലിന് നല്ല പൊടിയിട്ടിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ദോശയ്ക്ക് ഞാൻ കറി വെക്കുന്നത് കിഴങ്ങിട്ടൊരു കറിയാണ്. അപ്പോൾ ഇതാ കുക്കർ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ സവാള ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരട്ടെ. സവാള വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വാടട്ടെ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും സവാളയും നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ കിഴങ്ങോട്ട് പൊടികളും ഇടാം. പൊടികളായിട്ട് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കല്ലുപ്പുമാണ് ഇടുന്നത്. ആ പൊടികളൊക്കെ നല്ല പച്ചച്ചോയൊക്കെ പോയി കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കറി സെറ്റായിട്ടുണ്ട്. ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഒന്ന് അതിൻ്റെ ഇടയിൽ കരിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ദോശ ഇടാൻ വൈകിപ്പോയത്. അപ്പോൾ ഞാൻ ആ ചട്ടി വീണ്ടും കഴുകി എടുത്തിട്ടാണ് ദോശ ഇടുന്നത്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം ഞാൻ അരി ഇടാതെ വെള്ളം വെക്കാൻ, അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് അരി ഇടാതെ വെള്ളം വെക്കട്ടെ. അപ്പോൾ ഇത് പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ കമൻറ്റിൽ പറ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ. അതാ തീയൊക്കെ നല്ലോണം കത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം കൂടെ വെച്ച് കൊടുക്കട്ടെ. അരിയിടാതെ വെള്ളം വെച്ചു. ഇനി വെള്ളം ചൂടാകുമ്പോഴത്തേന് അരി ഒന്ന് കഴുകിയെടുക്കട്ടെ. അരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മുറ്റമൊക്കെ അടിച്ച് വരട്ടെ കേട്ടോ. ഇപ്പം തന്നെ ഇതാ മുറ്റമൊക്കെ അടിച്ച് വന്നപ്പോഴത്തേന് അരിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി അരി ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി മീനാണ് കേട്ടോ. മീനും മത്തൻ്റെ ഇലക്കറിയാണ് വെക്കുന്നത്. അപ്പം മീനിക്കുള്ള മസാല ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മീനിലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിച്ച് പൊരിച്ചെടുക്കട്ടെ. പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് ആ അടുപ്പത്ത് വേണം ചിക്കൻ വെക്കാൻ. അപ്പം മീൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ എടുക്കാൻ ഉച്ചയ്ക്ക് മീനും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കറിയായിട്ട് മത്തൻ്റെ ഇലക്കറി കേട്ടോ വെക്കുന്നത്. അതാ മത്തൻ്റെ ഇലക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് വന്ന അടുപ്പത്ത് ഞാനിതാ ചിക്കനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.